പത്തനംതിട്ടയിൽ മത്സരിക്കുമെന്ന സൂചന നൽകി പി.സി. ജോർജ്. മത്സരിക്കണമെന്ന ആവശ്യം പലരും ഉന്നയിച്ചു. മത്സരിച്ചാൽ ജയം ഉറപ്പെന്നും ഡോക്ടർ തോമസ് ഐസക് മൂന്നാം സ്ഥാനത്തേക്ക് പോകുമെന്നും പി.സി. ജോർജ്. തെരഞ്ഞെടുപ്പിലേക്ക് കടക്കാൻ പോവുകയാണ്. ഉടൻ തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരുമെന്ന് പറയുന്നു. പല പാർട്ടികളും BJP അടക്കം NDA അടക്കം പല പാർട്ടികളും മുന്നണികളും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ചർച്ചയിലേക്ക് പോയി കഴിഞ്ഞു. പത്തനംതിട്ടയിൽ അങ്ങയുടെ പേര് ഇപ്പോഴും പറഞ്ഞു കേൾക്കുന്നുണ്ട്. പാർട്ടി പറഞ്ഞാൽ എങ്ങനെ മത്സരിക്കുമോ? എൻ്റെ പേര് കുറച്ച് നാളായി കേൾക്കുന്നുണ്ട്. എന്നോട് പലരും സംസാരിക്കുന്നുണ്ട്. ഞാൻ അഭിപ്രായമൊന്നും പറയാറില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഒരു പാർട്ടിയുടെ ഔദ്യോഗിക ആളാണ്. ആ പാർട്ടി എന്ത് നിൽക്കാൻ പറഞ്ഞാൽ നിൽക്കുക എന്നുള്ളതല്ലാതെ വേറെ ചിന്തയൊന്നുമില്ല. നിൽക്കേണ്ടെന്ന് പറഞ്ഞാൽ നിൽക്കില്ല. അതാണ്. പത്തനംതിട്ടയിൽ മത്സരിച്ചാൽ എങ്ങനെയാണ് ഒരു വിജയപ്രതീക്ഷ അങ്ങയുടെ? ജയിക്കുന്നുള്ള ആർക്കാ തർക്കമൊന്നും അത് നിങ്ങൾക്ക് അറിയാൻ പാടില്ല. ഞാൻ പറഞ്ഞു വലിയ ഭൂരിപക്ഷത്തിന് ജയിക്കാൻ കഴിയും. ഇപ്പം തന്നെ ആൻ്റോ ആൻ്റണി സീറ്റ് മാറ്റി ചോദിച്ചെന്നൊരു ചാനൽ വന്നുകൊണ്ടിരിക്കുക. അതെന്താ 3 പ്രാവശ്യം നിന്ന് ജയിച്ച് സേവനം ചെയ്ത ആൻ്റോ ആൻ്റണി എന്തിനാണ് പി.സി. ജോർജിൻ്റെ പേര് കേട്ടപ്പം ഒട്ടനെ നിയമനം മാറണം തീരുമാനിക്കുക? എന്തിനാണ്? അതിൻ്റെ ആവശ്യമുണ്ട്. അവിടെ തന്നെ നീക്കണം. അങ്ങേരെ ജനങ്ങളുമായിട്ട് ഇത്ര സമ്പർക്കോലനാന്ന് പറയുന്ന സാഹചര്യത്തിൽ ആൻ്റോ ആൻ്റണി ജോർജിൻ്റെ പേര് കേട്ടിട്ടാണോ അതോ തോമസ് ഐസക്കിൻ്റെ പേര് കേട്ടിട്ടാണോ? തോമസ് ഐസക്കിൻ്റെ പേര് കേട്ടാൽ പോകേണ്ട കാര്യമില്ല. കാരണം തോമസ് ഐസക് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റിന് എത്ര വോട്ട് കിട്ടും? ഒരു വോട്ട് കൂടുതലുണ്ടാവില്ല. തോമസ് ഐസക്കിൻ്റെ പേര് കേട്ട് എത്ര നാളായി? ഇന്നലെ മുതലാണല്ലോ എൻ്റെ പേര് സ്ട്രോങ് ആയത്. ഐസക്ക് 3ാം സ്ഥാനത്ത് പോകുന്ന സംശയം എന്താ? ഐസക്ക് ഒരു രക്ഷയിരുന്നു. ഐസക് കേരളത്തെ കടക്കണിയിലാക്കിയാണ് ഐസക്ക്. ഈ കിബി എന്ന് പറഞ്ഞ് കള്ളക്കാശ് ഉണ്ടാക്കി ഇവിടുത്തെ ജനങ്ങളെ മുഴുവൻ ചുറ്റിച്ചത് ഐസക്കല്ലേ? എത്ര ലക്ഷം കോടി രൂപ കിഫ്ബി വഴി എടുത്തിരിക്കുന്നത്? ഈ കേരളത്തിലെ ജനങ്ങളെ കടക്കണിയിലാക്കിയതിൻ്റെ പൂർണ്ണ ഉത്തരവാദി ഐസക്കാണ്. എന്നിട്ട് ആലപ്പുഴ ആലപ്പുഴ നാട്ടുകാർ അടി കൊടുക്കുന്നുള്ളതുകൊണ്ട് പത്തനംതിട്ട ആടുക. ഇവിടെ ഐസക്കിൻ്റെ ബന്ധക്കാരുമല്ലോ ഇരിപ്പുണ്ടോ? ഈ പത്തനംതിട്ട ഐസക്കിന് എന്ത് കാര്യം? അയാൾ ആലപ്പുഴ നിൽക്കണ തലയിടമുണ്ടെങ്കിൽ അതല്ല എൻ്റെ ശരി. ആൻ്റോ തോൽക്കുന്നാണോ പറയുന്നത്? ആൻ്റോ തോക്കുമെന്ന് ഞാൻ പറഞ്ഞത്, ഞാൻ ജയിക്കുമെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. അങ്ങനെ ചോദിക്കരുത്. ഞാൻ ജയിക്കുമെന്ന് എനിക്കറിയാം. ആൻ്റോ തോക്കുമെന്ന് ഞാൻ പറഞ്ഞില്ല. അത് പറയുന്ന മര്യാദയല്ലല്ലോ. എന്തായാലും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലേക്ക് കടന്നില്ലെങ്കിലും ചെറിയ കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞു പി.സി. ജോർജ്. എന്തായാലും ഇനി വരും ദിവസങ്ങളിൽ കാണാമെന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. സഞ്ജയ് ഇക്ബാലിനൊപ്പം ശ്രീകുമാരൻ, 24.